Good morning. Today നമ്മൾ ആ പുതിയൊരു തേർഡ് തിയറി പഠിക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദാറ്റ്? ട്രഡീഷണൽ അപ്രോച്ചാണ് തേർഡായിട്ട് പഠിക്കാൻ പോകുന്ന തിയറി. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ആദ്യത്തെ നമ്മുടെ എന്തായിരുന്നു? നെറ്റ് ഇൻകം അപ്രോച്ച് ആയിരുന്നു. ഫസ്റ്റ് വൺ വാസ് നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെക്സ്റ്റ് ഇറ്റ് വാസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന അപ്രോച്ചാണ്. Clear. One says that as and when you have more and more debt in the capital structure, what happens? The K0 comes down and the value of the firm increases. And here what we say is that the debt doesn't have any relevance in the capital structure. But here this traditional method stands as an interway or intermediate within these two approaches. ആദ്യത്തെ രണ്ട് അപ്രോച്ചസും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് റിലേഷൻ ആണ്. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഇന്റർമീഡിയറ്റ് അപ്രോച്ച്. ഇറ്റ് ഇസ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീംസ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ എന്താ അതിൽ പറയണത് എന്താ വെച്ചാൽ, വാല്യൂ ഓഫ് ദ ഫേം തുടക്കത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ? ഡെപ്റ്റ് കൂടുമ്പോൾ, ഡെപ്റ്റ് ഇങ്ങനെ കുറേശ്ശെ കടം കൂടുമ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം കൂടും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ കുറയ്ക്കാൻ സാധിക്കും. കാരണം ഡെപ്റ്റിന് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അത് ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ബിയോണ്ട് എ പെർട്ടിക്കുലർ പീരീഡ്, ക്ലിയർ, ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ഒരുപാട് കടമുള്ള ഒരാൾക്ക് വീണ്ടും കടം കൊടുക്കുമോ? ഇല്ല. അപ്പം അതേപോലെ തന്നെയാണ് കമ്പനീസിൻ്റെ അവസ്ഥയും. ഒരുപാട് കടം വന്നൊരു കമ്പനിക്ക് വീണ്ടും കടം കൊടുക്കാൻ ആരും തയ്യാറാവില്ല. അങ്ങനെയുള്ളൊരു കമ്പനിയിൽ ഷെയർ വാങ്ങാൻ ഒറ്റ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുകയാണ്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക്, അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് വിൽ ബി എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഫിനാൻഷ്യൽ റിസ്ക്. അങ്ങനെ ആ സമയത്ത് വാല്യൂ ഓഫ് ദ ഫേം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് അതും കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് ഇപ്പോൾ 90% മുങ്ങിപ്പോവാൻ പോകുന്ന കപ്പലിൻ്റെ അവസ്ഥ എന്താ? ഡെപ്റ്റ് കടം വന്ന് പെരുകുന്ന ഒരു അവസ്ഥയിൽ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ഡെപ്റ്റിനുണ്ടെങ്കിലും ഫിനാൻഷ്യൽ റിസ്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതിനേക്കാളും കൂടുതലാവും. അതായത് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിലേക്ക് വരികയും വാല്യൂ ഓഫ് ദ ഫേമിന് എന്താ സംഭവിക്കുക? വാല്യൂ ഓഫ് ദ ഫേം കുറയാനുള്ള പോസിബിലിറ്റിയാണ്, കൂടാനുള്ള, വാല്യൂ ഓഫ് ദ ഫേം കുറയാനും ഓവറോൾ കോസ്റ്റ് കൂടാനുള്ള പോസിബിലിറ്റിയുമാണ് കാണുന്നത്. ക്ലിയർ. അപ്പോൾ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് നമ്മൾ പഠിക്കുന്നത്. ആ 3 സ്റ്റേജ് എന്താണെന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. യു ഡോണ്ട് ഹാവ് എനി അസംഷൻസ് ടു സ്റ്റഡി ഹിയർ, ഓൺലി ദ എക്സ്പ്ലനേഷൻ വിത്ത് റിഗാർഡ് ടു ദാറ്റ്. തുടക്കത്തിൽ എന്താ സംഭവിക്കുക? ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹിയർ. What happens in the initial stage is that തുടക്കത്തിൽ ഡെപ്റ്റ് ഇപ്പോൾ 10% ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ 10% ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ ആ ഒരു ചീപ്പർ സോഴ്സിന് ഇറ്റ് ഹാസ് ഗോട്ട് അഡ്വാൻറ്റേജ്. ഇതിന് അത്ര നോ റിസ്ക് ഫോർ ഫിനാൻഷ്യൽ റിസ്ക് ഫോർ ഇക്വിറ്റി ഷെയർസ്. കെയ്ക്ക് റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഇത് ഒരു നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ അവസ്ഥയിലേക്കാണ് വരിക. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് K0 ഇറ്റ് ഡിക്രീസസ്. ക്ലിയർ. ദ KE ബിക്കംസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു പിന്നെ ട്രഡീഷണൽ മെത്തേഡിൻ്റെ തുടക്കത്തിൽ ഇതാണ് അവസ്ഥ. ആസ് ആൻഡ് വെൻ യു ഹാവ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, സിൻസ് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഇസ് ലെസ്, it is a cheaper source of finance, and the advantage of using cheaper source of finance is there, and as a result of that the K0 comes down and there is no risk for equity shareholders in having debt in the capital structure, and KE remains constant. So it is having an approach of net income ഒരു അപ്രോച്ചാണ് വരുന്നത്. ആൻഡ് ചിലപ്പോൾ ഇതിങ്ങനെ 10, 20, 30 ഒക്കെ ആകുമ്പോഴും ഇങ്ങനെ തന്നെയാവും. പിന്നെ ഒരു 40 to 50 അടുത്തൊക്കെ ഡെപ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് എക്സാക്ട്ലി ആ വേർഡ് തന്നെ യൂസ് ചെയ്യണം, ഈസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ്
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ആദ്യത്തെ രണ്ട് തിയറിയും ക്ലിയർ ആണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആസ് ആൻഡ് വെൻ ദ ഡെപ്റ്റ് ഇസ് ഇൻക്രീസിങ്, ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദ cheaper source of fund is exactly offset by the financial risk of the shareholders അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചാണ് കാണുന്നത്. ആൻഡ് വെയർ K0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് KD ഓൾസോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദെയർബൈ KE കുറച്ചിങ്ങനെ കയറി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ചെറിയൊരു ഇൻക്രീസ് KEയിലേക്ക് വരും. കാരണം ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ്. അത് കഴിഞ്ഞ് ബിയോണ്ട് എ പീരീഡ് there arises a situation, after this comes a stage where the increased cost of debt equity cannot be offset. അതായത് നമ്മൾക്ക് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ഒരു പരിധിയിലപ്പുറം ആയിക്കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഓഫ്സെറ്റ് ബൈ ദ അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ഡെപ്റ്റ്. ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് KEക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരവസ്ഥ. അതായത് KE ഇൻക്രീസസ് വെരി റൈസ്ലി. KE ഭയങ്കരമായിട്ട് കൂടും. കാരണം ആരും ആ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ കോസ്റ്റ് കൂടും. അങ്ങനെ KE ഇൻക്രീസ് ചെയ്യും. അപ്പോൾ KE ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ K0 ഇൻക്രീസ് ചെയ്യും. പിന്നെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും ആരും കടം തരാൻ തയ്യാറാവില്ല. ഒരു ഇപ്പോൾ 90% ഒരു കടത്തിന് വീണ്ടും കടം തരാൻ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. അപ്പം നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ കോസ്റ്റിന് 10% കടം വാങ്ങുമ്പോഴല്ലേ അത് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ആയിരുന്നത്. 10 വിട്ടിട്ട് 12-14% കടം വാങ്ങേണ്ട ഒരു അവസ്ഥയാവും. സോ 3 സ്റ്റേജസ് ആർ ദർ ഇൻവോൾവ്. ആദ്യത്തെ സ്റ്റേജിൽ ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആദ്യം ഒരു പീരീഡിൽ എന്താ വെച്ചാൽ there is a value of the firm can be increased initially or cost of capital can be decreased by more debt as debt is a cheaper source of fund than equity. അതാണ് ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന ഒരു പോയിന്റ്. ആൻഡ് thus optimum capital structure can be reached by a proper debt equity mix in the first stage. Beyond a particular point the cost of equity increases because what happens is that the financial risk of the equity shareholders start increasing. കുറേശ്ശെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പഠിച്ചിരുന്നത് ആ സമയത്ത് എന്താ ഉണ്ടാവുക, ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ഇസ് ഗെറ്റിംഗ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുണ്ട്, ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടും അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് രണ്ടും ഓഫ്സെറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് K0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദാറ്റ് സ്റ്റേജ്. ഈ രണ്ട് സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരും ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. കാരണം കടം കൂടി കൊണ്ടുവരുന്ന അവസ്ഥയിൽ ആ കടം ബെയർ ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പറ്റില്ല. ക്ലിയർ? അപ്പോൾ ആ ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്. ആൻഡ് ഈ ഒരു തേർഡ് സ്റ്റേജിൽ ഫിനാൻഷ്യൽ റിസ്ക് ഭയങ്കര ഹൈ ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന്. ക്ലിയർ? അപ്പോൾ ആ ഒരു 3 സ്റ്റേജിലുള്ള ഒരു ഡയഗ്രാമാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ് പറയണത്. ആദ്യത്തെ സ്റ്റേജിൽ ദിസ് ഇസ് KD, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ആദ്യത്തെ സ്റ്റേജിൽ നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ പോലെയാണ്. KD റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, KE remains constant, and what happens to K0? K0 decreases. ആദ്യത്തെ സ്റ്റേജ് ആട്ടോ ഞാൻ പറയണത്. K0 KDയുടെ ഒപ്പം എത്തില്ല. K0 increases to a point. അത് നമുക്ക് വരയ്ക്കാം. K0 കുറയും, വളരെ സ്റ്റീപ്പായിട്ടുള്ള കുറയലല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ there will come to a point where K0 remains constant. K0 കോൺസ്റ്റൻ്റ് ആവാൻ കാരണം എന്താ? KE ഇൻക്രീസ് ചെയ്യും. KEയുടെ ഇൻക്രീസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ചെയ്യും KD ആയിട്ട്. അതുകൊണ്ടാണ് K0 കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പഠിക്കുന്നത്. K0 ഈ രണ്ട് അതായത് KDക്കുള്ള ചീപ്പർ സോഴ്സിൻ്റെ അഡ്വാൻറ്റേജും KEയുടെ ഇൻക്രീസും. ഇപ്പോൾ KE 10% കൂടിയിച്ചാൽ അതേ 10% അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് K0 ഈ സ്റ്റേജിൽ കോൺസ്റ്റൻ്റ് ആവണത്. ക്ലിയർ? ഇത് കഴിഞ്ഞാൽ പിന്നെയും ഡെപ്റ്റ് കൂടുക തന്നെയാണ്.
നമ്മൾ കടമെടുക്കൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അങ്ങനെ കടമെടുക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ആദ്യം കൂടുക KE ആണ്. KE കൂടുന്നത് ഒരു ഭയങ്കര അവസ്ഥയിലേക്കുള്ള ഇൻക്രീസാണ് കെയുടെ ഭാഗത്തു നിന്ന് വരിക, സ്റ്റീപ്പ് ഇൻക്രീസ്. അങ്ങനെയുള്ള സ്റ്റീപ്പ് ഇൻക്രീസ് കെയ്ക്ക് വരുമ്പോൾ പിന്നെ K0 പിടിച്ചു നിൽക്കാൻ പറ്റില്ല, K0 കൂടും. ക്ലിയർ? അതേപോലെ തന്നെ കൂടും. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയും എത്തുമ്പോൾ പിന്നെ KD കടം ആരും കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. പിന്നെ കടം എടുക്കണമെങ്കിൽ 16-18% കടം എടുക്കണം. സോ ദിസ് ഇസ് ദ തേർഡ് സ്റ്റേജ്. സോ ദിസ് ഹാപ്പൻസ് ഫോർ KD and this is for K0 and this is for KE. Clear? And this is the diagram for traditional approach. Traditional approachൻ്റെ ഡയഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, ഇതിൽ നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, കോൺസ്റ്റൻ്റ് ആവുന്ന സ്റ്റേജ്, ഈ സ്റ്റേജിലാണ് നമ്മൾക്ക് പലപ്പോഴും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ കിട്ടുക. കാരണം ഈ സ്റ്റേജിലാണ് ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ട് K0 കിട്ടുന്ന സ്റ്റേജ്. സോ ദിസ് ഈസ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഏറ്റവും ഒപ്റ്റിമായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേജാണിത്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ലിവറേജ് ആണ്, ഇവിടെ കോസ്റ്റ് ആണ്. ഡയഗ്രാം സെയിം ആയിട്ട് തന്നെ ഇതാവുക. ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഡോണ്ട് ഹാവ് എനി അസംപ്ഷൻസ് ടു സ്റ്റഡി, ബട്ട് യു ഹാവ് 3 stages വേർ യു ഷുഡ് എക്സ്പ്ലെയിൻ ഓൾ ദ 3 stages ഇൻ ഡീറ്റെയിൽ. പ്രോബ്ലം പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല, ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയിട്ട് നമ്മൾ പണ്ട് പഠിച്ച 2 ഫോർമുലേനെ തന്നെ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ ഷൽ കം അപ്പ് വിത്ത് ദ ഫോർമുല. ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്. എനിക്കറിയാം ഓണമൊന്നുമില്ല ഇപ്രാവശ്യം, എന്നാലും എൻജോയ് ദ വെക്കേഷനാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കീപ് ഡിസ്റ്റൻസ്, സേഫായിട്ടിരിക്കുക. നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം. എന്തായാലും ഈ കൊല്ലം കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. MCOM കുട്ടികളല്ലേ, നിങ്ങളുടെ ഇറ്റ് വാസ് യുവർ ഫൈനൽ ഓണം. എനിവേ എൻജോയ്. എല്ലാവരും തമ്മിലൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ സെമിനാർ ടോപ്പിക്സൊക്കെ ഈ വെക്കേഷനിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദ വെക്കേഷൻ വി ഷാൽ സ്റ്റാർട്ട് വിത്ത് ദ സെമിനാർസ്. ഒരു സെമിനാറുകളും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് ക്ലാസ്സിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാവണം സെമിനാർ എടുക്കുക. നിങ്ങൾ ഓരോ ദിവസം ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ പറയാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്. ഹാപ്പി ഓണം, ഹാപ്പി വെക്കേഷൻ. എൻജോയ് ദ ഓണം വിത്ത് ദ ലിമിറ്റഡ് റിസോഴ്സസ്. പൈസയൊന്നും ചിലവാക്കാതെ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും ഇറങ്ങരുത്. കണ്ടീഷനൊക്കെ വളരെ മോശമായിട്ട് വരികയാണ്. കുറച്ച് കാലം കൂടി നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ മേ ബി. ഓക്കെ, ബൈ.